നമസ്കാരം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എമ്പുരാൻ. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ഇത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റ് ആരാധകരെ ത്രില്ലടിപ്പിച്ചിരിക്കുകയാണ്. ചിത്രം ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന വിവരമാണ് പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും റിലീസ് ദിവസം അടുക്കുന്തോറും വീണ്ടും ഞെട്ടിക്കുകയാണ് പൃഥ്വിരാജ് എന്ന് തന്നെ പറയാം. പൃഥ്വിരാജിന്റെ പ്രഖ്യാപനത്തോടെ മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമയായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. ഇനി എന്താണ് ഈ ഐമാക്സ് എന്നറിയാത്തവർക്കായി അത് എന്താണെന്ന് ആദ്യമേ പറയാം. ഇമേജ് മാക്സിമം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഐമാക്സ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലുപ്പത്തിലും റെസൊല്യൂഷനിലും സിനിമകൾ ചിത്രീകരിക്കാനും പ്രദർശിപ്പിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇമേജ് മാക്സിമം എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഐമാക്സ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വളരെ വലുപ്പത്തിലും റെസൊല്യൂഷനിലും സിനിമകൾ ചിത്രീകരിക്കാനും പ്രദർശിപ്പിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, ഉയർന്ന നിലവാരത്തിലുള്ള ക്യാമറകൾ, ഫിലിം ഫോർമാറ്റുകൾ, പ്രൊജക്ടറുകൾ ഇവയെല്ലാം ചേർന്ന സിനിമ അനുഭവമാണ് ഐമാക്സ്. ഐമാക്സ് കോർപ്പറേഷൻ എന്ന കനേഡിയൻ കമ്പനിയാണ് ഈ ഫിലിം ഫോർമാറ്റ് നിർമ്മിച്ചത്. 2002 മുതൽ പല ഹോളിവുഡ് സിനിമകളും ഐമാക്സ് ഫോർമാറ്റിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഐമാക്സ് മൂവി സ്ക്രീനുകൾ അവയുടെ ടോൾ ആസ്പെക്ട് റേഷ്യോയ്ക്ക് പേരുകേട്ടവയാണ്. കുത്തനെയുള്ള സ്റ്റേഡിയം, ഇരിപ്പിടങ്ങളും ഇവയുടെ പ്രത്യേകതകളാണ്. അത് മികച്ച ഓഡിയോ അനുഭവങ്ങളാണ് പ്രേക്ഷകന് നൽകുന്നത്. സാധാരണ ഒരു സിനിമ 35 mm ഫിലിംസ് ആണ്. ഇതിൻ്റെ 3 ഇരട്ടി വലുപ്പമുള്ള ഫ്രെയിം റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന ക്യാമറ ഉപയോഗിച്ചാണ് ഐമാക്സ് സിനിമകൾ ചിത്രീകരിക്കുന്നത്. ഈ ക്യാമറകൾ വളരെ ഉയർന്ന അളവിലും വ്യക്തമായും ദൃശ്യങ്ങൾ പകർത്താൻ കഴിയും. ചിത്രീകരിച്ചു കഴിഞ്ഞാൽ മികച്ച സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സിനിമ എഡിറ്റ് ചെയ്യും. അതിനുശേഷം സിനിമാ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ ശരിയായ പ്രൊജക്ടറുകൾ ആവശ്യമാണ്. ഇവിടെ 2 വ്യതിയാനങ്ങളാണ് ഐമാക്സ് ഉപയോഗിക്കുന്നത്: ഡിജിറ്റൽ പ്രൊജക്ഷൻ സിസ്റ്റവും ലേസർ പ്രൊജക്ഷൻ സിസ്റ്റവും. 2D 3D സിനിമ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന 2 2K പ്രൊജക്ടറുകൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ 2 പ്രൊജക്ടറുകളിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒന്നിൻ്റെ മുകളിൽ മറ്റൊന്നായി സൂപ്പർ ഇമ്പോസ് ചെയ്യും. അങ്ങനെയാണ് സിനിമ പ്രദർശനത്തിൽ കാണുന്ന വിഷ്വലുകൾ സൃഷ്ടിക്കുന്നത്. മികച്ച പിക്ചർ ക്വാളിറ്റിയിലൂടെ സിനിമയുടെ സംവിധായകൻ പ്രേക്ഷകന് നൽകാൻ ആഗ്രഹിക്കുന്ന അതേ വിഷ്വൽ തന്നെയായിരിക്കും ഇത്. അതേസമയം മാർച്ച് 27-നാണ് എമ്പുരാൻ റിലീസ് ചെയ്യുന്നത്. 27-ന് പുലർച്ചെ 6-ന് ഫാൻസ് ഷോ ഉണ്ടായിരിക്കും. കൂടാതെ സിനിമയുടെ വിതരണ കാര്യത്തിലും നിർമ്മാതാക്കൾ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. വമ്പന്മാരുമായിട്ടാണ് സംഘം കൈകോർക്കുന്നത്. അനിൽ തടാനി നേതൃത്വം നൽകുന്ന AA ഫിലിംസ് ആണ് ചിത്രം നോർത്ത് ഇന്ത്യയിൽ എത്തിക്കുന്നത്. അതോടൊപ്പം സിനിമാ നിർമ്മാണത്തിലെ അതികായന്മാരായ ഹോംബാലെ ഫിലിംസ് ആണ് എമ്പുരാന്റെ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ദിൽ രാജുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ വെങ്കടേശ്വര ക്രിയേഷൻസ് ചിത്രം ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യും. എന്തായാലും വമ്പൻ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പൃഥ്വിരാജ് അണിയറയിൽ ഒരുക്കുന്നത്.